നന്ദു പോയതിൻ്റെ വിഷമത്തിൽ നമ്മുടെ കനകയും ഗോവിന്ദനും ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നവ്യയും അതുപോലെ തന്നെ നയനയും വന്നിട്ട് പറയുന്നുണ്ട്, രണ്ടാളും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ്, ഇത്രയധികം സങ്കടം പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭക്ഷണം പോലും കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് ജോലിയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ രണ്ടാളും അവളുടെ അടുത്ത് മാറി താമസിക്കുന്നത് നല്ലത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, നീ അതിനെ പറ്റിയിട്ടൊക്കെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെ നിന്ന് അനി ഇങ്ങോട്ടേക്ക് വന്നത് കണ്ടോ, വലിയമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവർ വന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പറയുമ്പോൾ നമ്മുടെ നയന പറയുകയാണ്, അതിന് അനിയനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നന്ദുവിൻ്റെ കയ്യിലുമുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിയാണ് പറഞ്ഞത്, ഞാൻ ഇതുവരെ അവളെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഇരുന്ന് ആലോചിക്കുന്നൊന്നും കണ്ടിട്ടില്ല, പക്ഷേ എപ്പോഴും അവൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ ആ പയ്യൻ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഇനി ആ ജ്യോത്സ്യം പറഞ്ഞതെങ്ങാനും നേരെ ആവുമോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ട് എന്നിങ്ങനെ കനക ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ എണീച്ചിട്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അച്ഛ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും രണ്ടുപേരും കൂടെ ആകപ്പാടെ സങ്കടത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ നവ്യനെ. അനാമിക അങ്ങനത്തെ ഒരു പെണ്ണാണ്, അവൾക്കൊപ്പം ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ നവ്യ പറയുമ്പം നമ്മുടെ കനക പറയുകയാണ്. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, അതെ നീയും അഹങ്കാരിയായിരുന്നല്ലോ, സ്വന്തം അനിയത്തിമാരെ വരെ തള്ളിക്കളഞ്ഞിട്ട് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സ്വാർത്ഥതകളൊക്കെ ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യുമെന്നിങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറുമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയത് തന്നെ രാകേഷും വിഘ്നേഷുമാണ്. അതിൻ്റെ പിന്നിലും അനിയാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അച്ഛാ എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനിയിപ്പം ഒന്നും കൂടി ഈസി ആയല്ലോ, ക്യാമ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും വിളിക്കാനും പറയാനും കാണാനും ഒക്കെ ഒന്നുകൂടെ സൗകര്യമായി. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അവൾ ചെയ്യത്തില്ല അച്ഛാ, ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഒരുപാട് വലിയ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം. ഇനി ജോത്സ്യൻ അങ്ങനെ ഒരു അപകടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ സംഭവിക്കരുത് എന്ന്. പിന്നീട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടും മാറാത്തതായിട്ട് ഒന്നുമില്ലല്ലോ അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ നയനയ്ക്ക് വെച്ചിരിക്കുന്നത് നല്ലൊരു കോൾ തന്നെയാണ്. അജയനും ജയനും അനിയും എല്ലാവരും ഇരുന്ന് ചർച്ച തന്നെയാണ്. എടാ ആദർശ് ഭയങ്കര ദേഷ്യത്തിലാണ്, നമ്മളൊന്നുകൂടെ ആളിക്കത്തിക്കാനായിട്ട് പാടുണ്ടായിരുന്നു എന്ന് അജയൻ നമ്മുടെ അനിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെയാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. എത്ര പറഞ്ഞെന്നാലും നമ്മുടെ നയന കാണിച്ചത് അത്ര വലിയ ശരിയല്ല, എനിക്കത് അംഗീകരിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നേ പറ്റൂ എന്നിങ്ങനെ ആദർശ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ ആദർശിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം, ആദർശ് ഭയങ്കര ദേഷ്യക്കാരനാണ്, നീ എന്തൊരു അനിയനാടാ, അവൻ്റെ ദേഷ്യം മാറ്റിയെടുക്കുകയല്ലേ നീ വേണ്ടത്. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, അച്ഛനും ഇളയച്ചനും മാറ്റിയെടുക്കാൻ പറ്റാത്തതാണോ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദർശ് വരുമ്പോഴത്തേക്കിനും അനിക്കിട്ട് നല്ലൊരു പാരയാണ് നമ്മുടെ അജയനും ജയനും വെച്ച് കൊടുത്തത്. നിങ്ങളൊരു നയന വരുമ്പോഴത്തേക്കിനും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കണ്ടെന്നിങ്ങനെ അനി പറയുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ രണ്ടാളും അത് വേണ്ടാന്ന് പറയുമായിരുന്നു എന്നിങ്ങനെ നമ്മുടെ അജയനും ജയനും പറഞ്ഞു എന്ന് ആദർശിൻ്റെ അടുത്ത് രണ്ടുപേരും പറയുകയാണ്. അപ്പം നീ എങ്ങനെ പറഞ്ഞോടാന്ന് ചോദിക്കുമ്പം ഏട്ടാ ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ആര് പറഞ്ഞാലും ശരി, അവൾ എന്നോട് കാണിച്ചതിന് തക്ക ശിക്ഷ തന്നെ അവൾക്ക് കിട്ടണം. അപ്പം നമ്മുടെ ജയൻ പറയുന്നുണ്ട്, നയനയും വാശിയുള്ള കൂട്ടത്തിലാണ്, പിന്നീട് ഈ ഇടയ്ക്കാണ് ഇത്തിരി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവളുടെ പാട്ടിന് പൊക്കോട്ടെ, എനിക്കൊരു പ്രശ്നവും എന്നിങ്ങനെ നമ്മുടെ ആദർശം പറയുന്നുണ്ട്. എന്താണെങ്കിലും വമ്പൻ ടെസ്റ്റുമായിട്ട് നമ്മുടെ ദേവയാനിയുടെ എൻട്രൻസ് ആണ് പിന്നെ കാണിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് എത്തിയോ എന്ന് ചോദിക്കും. ഇത്രയും നേരം വേണോ എന്ന് ചോദിക്കുമ്പം ഒരുപാട് അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത് എന്ന് ദേവയാനി പറയുകയാണ്. എന്നിട്ട് കയ്യിൽ പ്രസാദമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ജയനും പറയുന്നുണ്ട്. ദേവയാനിയും ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്, നല്ല ചൂടല്ലേ, ഇടയ്ക്കൊന്ന് മുഖം കഴുകി അപ്പോൾ പോയതായിരിക്കും എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ്. ദേവയാനി വീണ്ടും നമ്മുടെ ആദർശിനെ നോക്കുമ്പം ആദർശിൻ്റെ മുഖം കുത്തുവീർത്തിരിക്കുന്നത് കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം എന്താടാ വീർത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ആദർശ് ഒന്നും മടിക്കാതെ പറയുകയാണ്, മുഖത്ത് നീര് വന്നതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്.
നീര് വരാൻ എന്താ, നിന്നെ ആരെങ്കിലും തല്ലിയോ എന്നിങ്ങനെ ചോദിക്കും. ഞാനൊന്നും പറയുന്നില്ല അമ്മേ. ആ, അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും അല്ലേ? പിന്നെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ എന്തിനാ എന്നിങ്ങനെ നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ആദർശ് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ ജയൻ ചോദിക്കുന്നുണ്ട്, ഇവനും ഇവൻ്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. ഇവൻ അവളെ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇടയ്ക്ക് നയനെ വിളിച്ചിരുന്നു. ഒന്നും ആലോചിക്കാതെ അജയൻ ചോദിക്കുവാണ്, അത് പറഞ്ഞപ്പോൾ ഏട്ടത്തിയുടെ മുഖത്തെന്താ ഇത്രയൊരു വിഷമം? അതിന് ഞാനെന്തിനാ വിഷമിക്കുന്നത് എന്നിങ്ങനെ ദേവയാനിയും ഒന്നും അറിയാത്ത മട്ടിൽ പറയുകയാണ്. അവരും വളർന്ന കുട്ടികൾ തന്നെയല്ലേ. അപ്പം അവരുടേതായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്കും അവകാശമുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് പോകുന്നതാ നല്ലത് എന്നിങ്ങനെ നല്ലൊരു വാക്ക് തന്നെയാണ് നമ്മുടെ ദേവയാനി പറഞ്ഞത്. ഇത്രയും നാളും നമ്മുടെ നയനോടൊപ്പം കൂട്ടുചേർന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് അവർക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഇതാ നിൽക്കുന്ന ഒരുത്തൻ സ്വന്തം ഭാര്യയോട് ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ അവനവിടെ നിൽക്കുകയാണ്. നീ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടോ അജയ, നീ ഇവനോട് എന്നിങ്ങനെ ദേവയാനി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ദേവയാനി, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ മോൻ അവളെ തള്ളിക്കളഞ്ഞെന്നാൽ നിനക്ക് സന്തോഷമാവുമല്ലോ, ഞങ്ങൾക്കല്ലേ സങ്കടമാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ഇവൻ അവളെ തള്ളിക്കളയാൻ പോവുകയാണോ? എന്തോ നയനെ ഇവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് ഇവൻ പറയുന്നത് എന്നിങ്ങനെ അജയൻ ദേവയാനിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. ഞങ്ങളതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെപ്പോലൊരു ഭാര്യനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെയാണല്ലോ നീ പറഞ്ഞു നടന്നത്. ഇപ്പം എന്തു പറ്റി? നീ എന്താന്ന് വെച്ചെന്നാൽ ആയിക്കോ, എനിക്കിതിൻ്റെ പിന്നാലെയൊന്നും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ കാഴ്ചവെച്ച ഈ ഗംഭീര പ്രകടനം ഇഷ്ടമായിട്ട് അജയനും ജയനും അനിയും എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ആദർശിൻ്റെ മുഖത്തെ ആ ദേഷ്യം ഇതുവരെയും വിട്ടു മാറിയിട്ടില്ല. അതങ്ങനെ തന്നെ ഒന്നുകൂടെ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും പൂച്ചക്കുട്ടികളുടെ ഇടയിൽ നിന്ന് വീണ്ടും പുലിക്കുട്ടികളുടെ ഇടയിലേക്കാണ് ദേവയാനി വീണ്ടും വന്ന് ചേരുന്നത്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ ദേവയാനി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് അന്നദാനവും കഴിഞ്ഞിട്ടായിരിക്കും വരവല്ലേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ഒട്ടും ഉളുപ്പില്ലാതെ നമ്മുടെ ദേവയാനി പറയുകയാണ്. മുത്തശ്ശൻ എന്താണെങ്കിലും നമ്മുടെ ദേവയാനി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഏതമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതെന്താ അത് പറയാൻ ഇത്ര താമസം? നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ അമ്പലത്തിൽ നിന്നാണോ ഭക്ഷണം കഴിച്ചത് എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുമ്പം അതെ എന്ന് സമ്മതിക്കുകയാണ് ദേവയാനി. ദേവയാനി പിന്നീട് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആദർശന് എന്താ പ്രശ്നം അച്ഛ എന്നിങ്ങനെ ചോദിക്കുമ്പം എനിക്കൊന്നും അറിയുന്നില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി അതെന്താ അങ്ങനെ പറയുന്നത്? നയനമോളും അവനും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് എന്നിങ്ങനെ പറയുകയാണ്. അത് ശരിയാണ്, അതത്ര നിസ്സാരമായിട്ട് തോന്നുന്നില്ല എന്ന് മൂർത്തി മുത്തശ്ശനും ഇന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിൻ്റെ മകനെയും മരുമകളെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്തേണ്ടത് നിൻ്റെ കടമയാണ്. എന്താണെങ്കിലും നമ്മുടെ മുത്തശ്ശിയും വിട്ടുകൊടുക്കുന്നില്ല. ചോദിക്കുന്നുണ്ട്, നിൻ്റെ മരുമകളോട് നിനക്കിപ്പം ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത മട്ടിൽ എനിക്ക് അവളോട് ദേഷ്യവും ഇല്ല വെറുപ്പും ഇല്ല സ്നേഹവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അവളെ ഞാൻ അവളുടെ വഴിക്ക് തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഒട്ടും വിട്ടുകൊടുക്കാതെ മരുമകളെ ഇപ്പോൾ അടുക്കളയിലൊന്നും കയറ്റുന്നില്ല, അവൾക്കെല്ലാം വെച്ച് കൊടുക്കുന്നത് നീയാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്താണെങ്കിലും ദേവയാനി ഇട്ട് എല്ലാവരും കൂടെ പൂട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഈ പറയുന്നവരോടൊന്നും ഞാൻ സത്യം വെളിച്ചത്ത് പറയത്തില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ദേവയാനിയും നിൽക്കുന്നത്. ഒരു പാല് കുടിച്ചത് മാത്രമല്ലേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ആരുടെയോ സഹായം കൊണ്ട് ഒരു കരൾ കിട്ടിയതിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ആ കരൾ കൊടുത്ത വ്യക്തി നാട്ടിലെത്തിയെന്നാണ് ജയൻ പറഞ്ഞത്, നിന്നോട് പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. എന്താണെങ്കിലും ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലോ. ഇപ്പം നമ്മുടെ ദേവയാനി ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്, എന്തൊരു നല്ല കള്ളത്തരങ്ങളാണ് ഇവരെന്നോട് ഈ പറയുന്നത് എന്ന് ദേവയാനിയും മനസ്സ് വിചാരിക്കുന്നുണ്ട്.
അല്ല, നീ എന്താ ആ നല്ല കുട്ടീനെ പറ്റിയിട്ട് ഇപ്പോൾ ഒന്നും ചോദിക്കാത്തത് എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവയാനി പറയുകയാണ്, അതിന് നിങ്ങളാരും അവളെ പറ്റി പറയുന്നില്ലല്ലോ, പിന്നെ ഞാൻ ചോദിച്ചിട്ട് എന്താ കാര്യം? ആ, അവളൊരു നല്ല കുട്ടിയാണ്, പേര് നയനേന്നാ, ഏതാണ്ട് അവളെപ്പോലെ ഇരിക്കും അല്ലേ വസുന്ധര എന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ വസുന്ധരാമ്മയും പറയുകയാണ്, ശരി അങ്ങനെ തന്നെയാണ്. പിന്നീട് ഉരുകുന്നത് കണ്ടപ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ തന്നെ ദേവയാനിയോട് പറയുകയാണ്, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതല്ലേ, വേഷമൊക്കെ മാറി റെസ്റ്റ് ചെയ്യ് എന്നിങ്ങനെ പറയുമ്പം രക്ഷപ്പെട്ട സന്തോഷത്തിൽ ദേവയാനി അവിടുന്ന് പോവുകയാണ്. മൂർത്തി മുത്തശ്ശനും നമ്മുടെ മുത്തശ്ശിയും സന്തോഷത്തോടെ ഇരുന്ന് ചിരിക്കുന്നുമുണ്ട്. അടുത്തതായി നമ്മുടെ വമ്പൻ ട്വിസ്റ്റുമായിട്ട് നമ്മുടെ അഭിയെയാണ് കാണിക്കുന്നത്. കാരണം ഒരു പെണ്ണുമായിട്ടല്ലല്ലോ സഹവാസം, ഒന്നിലധികം പെണ്ണുങ്ങളുമായിട്ടുള്ള സഹവാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അഭി ഇങ്ങനെ മൊബൈൽ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അമ്മ ഓടി വന്നിട്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടടാ, ഇവിടെ അടക്കം പറച്ചിൽ ഒരുപാട് കൂടുന്നുണ്ട്, നിനക്ക് എന്താണെന്ന് വല്ലതും അറിയുമോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ അഭി പറയുകയാണ്, ഞാൻ അതിനേക്കഴിഞ്ഞും വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. നീ വീണ്ടും അവളെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് അമ്മ ചോദിക്കുമ്പം എൻ്റെ മനസ്സിൽ വലിയൊരു കനലുണ്ടമ്മേ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവളെ എനിക്ക് സ്നേഹിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ജലജയ്ക്ക് വീണ്ടും പേടിയാകുന്നുണ്ട്, വീണ്ടും ഇവൻ എന്തെങ്കിലും വലിയ പ്രശ്നത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇതുവരെ ഉണ്ടാക്കിയ ഒന്നും അല്ലായിരുന്നു എൻ്റെ അമ്മേ, ഇപ്പോഴത്തെ താപനില വളരെ കൂടുതലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ആ എടാ, നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടുന്ന പ്രശ്നങ്ങളൊന്നും നീ ഉണ്ടാക്കരുത് എന്ന് നമ്മുടെ ജലജ മകനെ ഉപദേശിക്കുന്നുണ്ട്. അധികം താമസിക്കാതെ തന്നെ ഈ പറഞ്ഞതെല്ലാം വായിലിട്ടില്ല നാക്ക്. നമ്മുടെ അനഘ നേരെ ഓട്ടോയും പിടിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ്. എന്താണെങ്കിലും ഫോൺ എടുക്കുന്നതെല്ലാം നമ്മുടെ ജലജയുടെ മുന്നിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് എന്താടാ എന്ന് ചോദിച്ച് നമ്മുടെ ജലജ പുറകെ നിൽക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ അനി അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈശ്വര, ഇനി എന്താ ചെയ്യുക, ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞോ എന്നുള്ള ആദി കയറി നമ്മുടെ അബി നേരെ വീട് വിട്ട് അവൾ വരുന്ന സ്ഥലത്ത്, നമ്മുടെ അനഘ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്താണെങ്കിലും നമ്മുടെ അനഘ രംഗപ്രവേശനം ചെയ്തു. നീ എന്തായി കാണിക്കുന്നത് എന്നിങ്ങനെ അബി അനഘയോട് ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഓട്ടോയിൽ വന്നിറങ്ങുന്ന അനഘയെ നേരിട്ട് കണ്ടതിന് ശേഷം ഓട്ടോ ഡ്രൈവറിന് എത്രയും പെട്ടെന്ന് കാശ് കൊടുക്കുകയാണ്. അനഘ പറയുന്നുണ്ട്, കാശ് കൊടുക്കണ്ട, ഞാൻ എന്താണെങ്കിലും അനന്തപുരിയിലേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെ ഒന്നും കേൾക്കാതെ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അനഘയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്ത് പറഞ്ഞെന്നാലും നീ എന്നെ തടയണ്ട എന്ന് അനഘ വാശി പിടിക്കുകയാണ്. നിന്റെ അമ്മേനെ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടവരോട് പറയാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ അനഘ പറയുമ്പം നമ്മുടെ അഭി പറയുകയാണ്, എൻ്റെ അനഘ, എനിക്ക് കുറച്ചും കൂടെ സമയമൊന്നും താ, എന്താണെങ്കിലും ഇനി ആ സമയമൊന്നും തരാൻ എൻ്റെ പക്കലില്ല, എനിക്കിനി ഒട്ടും സമയമില്ല. എൻ്റെ ബോഡിക്കരിയത്തിരുന്ന് കരയുന്ന നന്ദുമോളുടെ ആ ഒരു ഫോട്ടോ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരികയാണ്. എങ്ങോട്ട് പോകണം, ആരെ കാണണമെന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന എൻ്റെ മോളുടെ ആ അവസ്ഥ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും നമ്മുടെ ചതിയനായ അബി മറ്റൊന്നും വിചാരിക്കാതെ ഒരു ഡേറ്റ് അങ്ങ് കൊടുത്തിട്ട് നമ്മുടെ അനഘയെ പറഞ്ഞയക്കാൻ നോക്കുകയാണ്. അനഘയും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. എന്താണെങ്കിലും നീ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ മോളെ ഒന്ന് കാണാൻ വരാത്തത് കൊണ്ട് നീ ചതിയനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ അനഘയുടെ കൈ പിടിച്ച് വണ്ടിയിൽ കയറ്റി അനഘയുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിടുകയാണ്. എന്താണെങ്കിലും ഒരു കുഴിയിൽ നിന്നും ഇന്നൊരു കുഴിയിലേക്കാണ് നമ്മുടെ അഭി വീഴുന്നത്. കള്ളത്തരങ്ങൾക്ക് കൂട്ടുപിടിച്ച് അഭി വീണ്ടും പടുകുഴിയിലേക്ക് വീഴാൻ പോകുന്നു. ആത്മാർത്ഥതയോടെ നമ്മുടെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അഭിക്കൊരു കോള് വരികയാണ്. ഇടനിലക്കാരനായ നിന്ന ആളിനെ പോലീസ് പൊക്കി. അവനെ പോലീസ് പൊക്കിയെന്നാൽ നമ്മുടെ കാര്യം കുഴഞ്ഞു. എന്താണെങ്കിലും അഭി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ചതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ സ്വർണ്ണക്കടയിലെ ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ചെയ്യാത്ത ഞാൻ സാറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തിരിമറി നടത്തിയത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇതെങ്ങാനും മൂർത്തി സാർ അറിഞ്ഞെങ്കിൽ
പോലീസുകാർക്കൊന്നും അല്ല കൊടുക്കുക, നേരെ വെടിവെച്ച് എൻ്റെ നെഞ്ചത്തോടാണ് വീഴ്ത്തുക. നീ ഒന്ന് പേടിക്കാതിരിക്കടാ, നമുക്കെല്ലാം ശരിയാക്കാം. എന്താണെങ്കിലും ഐയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിന് മേലോട്ട് പോകാതിരുന്നാലാണ് പ്രശ്നം എന്നിങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ട്. ഞാനിത് ചെയ്യാൻ മെയിൻ കാരണം എന്നെ ശമ്പളക്കാരനാക്കി, എനിക്ക് പൈസ വേണം, അതിനുവേണ്ടി തന്നെയാണ് കള്ളക്കടത്ത് സ്വർണം വാങ്ങി ആഭരണമാക്കി ഞാൻ വിറ്റത്. എന്താണെങ്കിലും 2 പെൺമക്കളുള്ള തനിക്കും അതിനുള്ള ലാഭം കിട്ടിയില്ലേ, അപ്പോൾ കൂടെ നിൽക്കുക. എൻ്റെ സാറേ, ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത ഞാനാണ് ഇപ്പോൾ സാറിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് സാറിൻ്റെ മൂത്ത കുട്ടീൻ്റെ കല്യാണവും കഴിപ്പിച്ച് വിട്ടില്ലേ. പക്ഷേ സാറ് പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകില്ല എന്നും സാർ അപ്പോൾ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ അഭിയോട് പറയുന്നുണ്ട്. അതെ, ഇപ്പം പേടിക്കാനൊന്നുമില്ല. തൽക്കാലത്തിന് അവൻ പിടിക്കപ്പെട്ടത് മറ്റൊരു കള്ളക്കടത്ത് കേസിൻ്റെ പേരിലാണ്, നമ്മുടെ കള്ളക്കടത്ത് കേസിൻ്റെ പേരിലല്ല. അതുകൊണ്ട് നമുക്കിതിൽ സമാധാനിക്കാം. എന്താണെങ്കിലും നമ്മുടെ അഭിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. വില്ലനായ നമ്മുടെ അഭി സ്വന്തം ഭാര്യനെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് ഇനി ഉറപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നവ്യയുടെ കോള് വരുമ്പോൾ സന്തോഷത്തോടു കൂടി കൂടുതൽ സന്തോഷിപ്പിച്ച് ഊർജം കണ്ടെത്തുകയാണ് നമ്മുടെ അഭി. എന്തായാലും മനോഹരമായൊരു എപ്പിസോഡുമായിട്ടാണ് ഇനി വരും ദിവസങ്ങൾ പത്രമാറ്റിൽ നമ്മൾ കാണാനിരിക്കുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്